ബ്രേക്കിംഗ് ന്യൂസ്, സാധാരണക്കാർക്കുള്ള സന്തോഷ വാർത്ത. നെക്സ്റ്റ് ജൻ GST reform. Common man and middle class items there is a complete reduction from 18 or from 12 to 5%. ഈ മാസം 22-ാം തീയതി മുതൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും. ഇനി മുതൽ 4 നികുതി സ്ലാബുകൾക്ക് പകരം 5%, 18% എന്നിങ്ങനെയുള്ള 2 നികുതി സ്ലാബുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതേസമയം ഉയർന്ന ആഡംബര വസ്തുക്കൾക്ക് മുൻപത്തെ 28% പകരം 40% GST നൽകേണ്ടി വരും. ഇനി മുതൽ നമ്മുടെ എല്ലാം കിച്ചൺ ചിലവിനും അതുപോലെ തന്നെ ഷോപ്പിംഗ് ചിലവിനും ഒരു വലിയ ആശ്വാസമായിരിക്കും. നികുതി സ്ലാബിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ആർക്കൊക്കെയാണ് ഈ നേട്ടങ്ങൾ ലഭിക്കുന്നത്, ഏതൊക്കെ വസ്തുക്കൾക്കാണ് നികുതി സ്ലാബ് ഇല്ലാതാക്കിയിരിക്കുന്നത്, ഏതൊക്കെ വസ്തുക്കൾക്കാണ് നികുതി കുറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും Wallah മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഹെൽത്ത് കെയർ സെക്ടർ, വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ എന്നിങ്ങനെ പല മേഖലകളിലും ഈ ഒരു GST സ്ലാബിൽ, നികുതി സ്ലാബിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി അനലൈസ് ചെയ്യാം. ഏതൊക്കെ മേഖലയിലാണ്, എന്തൊക്കെ വസ്തുക്കൾക്കാണ് ഇത്തരത്തിൽ ഈ ഒരു നികുതി സ്ലാബിൽ മാറ്റം വന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്രദമായി മാറുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി എസെൻഷ്യൽസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് അതിൽ വരുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ടോയ്ലറ്റ് സോപ്പ് ബാർ, ടൂത്ത് ബ്രഷ്, ഷേവിംഗ് ക്രീം എന്നിവയ്ക്ക് 18% നികുതി നോർമൽ നമ്മൾ നൽകേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് 5% മാറ്റിയിരിക്കുകയാണ്. ബട്ടർ, ഗീ, ചീസ് ആൻഡ് ഡയറി സ്പ്രെഡ്സ് എന്നിവയ്ക്ക് 12% GST ആണ് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇനി മുതൽ 5% നൽകിയാൽ മതിയാകും. പ്രീ പാക്ഡ് നാപ്കിൻസ്, മിക്സേഴ്സ് എന്നിവയ്ക്ക് 12% ടാക്സ് ആണ് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ 5% നൽകിയാൽ മതിയാകും. യൂട്ടൻസിൽസ്, അതായത് പാത്രങ്ങൾ, അവയ്ക്ക് നമ്മൾ 12% നോർമൽ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ മാസം 22-ാം തീയതി മുതൽ നമ്മൾ 5% നൽകിയാൽ മതിയാകും. ഫീഡിംഗ് ബോട്ടിൽസ്, നാപ്കിൻസ് ഫോർ ബേബീസ് ആൻഡ് ക്ലിനിക്കൽ ഡയപ്പേഴ്സ് എന്നിവയ്ക്ക് 12% നികുതിയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ 5% നികുതി നൽകിയാൽ മതിയാകും. സ്ത്രീകൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. നമ്മളുടെ തയ്യൽ മെഷീനില്ലേ, സ്വീവിംഗ് മെഷീൻസ് ആൻഡ് പാർട്സ്, അതിന്റെ പാർട്ടുകൾ വാങ്ങുന്നതിന് നമ്മൾ നോർമലി 12% നൽകിക്കൊണ്ടിരുന്നത് ടാക്സ്. പക്ഷെ ഇനി മുതൽ 5% നൽകിയാൽ മതിയാകും. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് നിത്യോപയോഗ സാധനങ്ങളെ കുറിച്ചാണ്. അവയ്ക്ക് നമ്മൾ നോർമൽ നൽകിക്കൊണ്ടിരുന്ന ടാക്സ് എത്രയാണ്, ഇപ്പോൾ മാറ്റം വരുമ്പോൾ നമ്മൾ എത്ര ടാക്സ് ആണ് നൽകേണ്ടത്, ആ ഒരു 12-18% നൽകേണ്ട സ്ഥലത്തെല്ലാം നമ്മളിപ്പോൾ 5% ടാക്സ് നൽകിയാൽ മതിയാകും. അപ്പോൾ സാധാരണക്കാർക്ക് ഇതൊരു വലിയൊരു ആശ്വാസമായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൽത്ത് കെയർ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ വസ്തുക്കൾക്കാണ് ടാക്സ് കുറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് 18% ടാക്സ് ആണ് നമ്മൾ നോർമൽ നൽകേണ്ടത്. പക്ഷേ ഇനി മുതൽ ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസിൽ ഒരു ടാക്സും നൽകേണ്ടതില്ല. തെർമോമീറ്ററിന് നമ്മൾ നോർമൽ നൽകിക്കൊണ്ടിരുന്നത് 18% ടാക്സ് ആണ്. പക്ഷേ ഇനി മുതൽ 5% നൽകിയാൽ മതിയാകും. മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ, അതിന് നമ്മൾ നോർമൽ നൽകിക്കൊണ്ടിരുന്നത് 12% ടാക്സ് ആണ്. ഇനി മുതൽ 5% നൽകിയാൽ മതിയാകും. ഓൾ ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് ആൻഡ് റീഏജൻസ് എന്നിവയ്ക്ക് നമ്മൾ നോർമലി നൽകിക്കൊണ്ടിരുന്നത് 12% ടാക്സ് ആണ്. ഇനി മുതൽ 5% നൽകിയാൽ മതിയാകും. ഗ്ലൂക്കോമീറ്റേഴ്സ് ആൻഡ് ടെസ്റ്റ് സ്ട്രിപ്സ് എന്നിവയ്ക്ക് നമ്മൾ നോർമൽ നൽകിക്കൊണ്ടിരുന്നത് 12% ടാക്സ് ആണ്. ഇനി 5% നൽകിയാൽ മതിയാകും. കറക്റ്റീവ് സ്പെക്ടക്കിൾസ്, അതായത് നമ്മുടെ ആ ഒരു ഗ്ലാസ്, കണ്ണട, എന്നിവയ്ക്ക് നമ്മൾ നോർമലി 12% നൽകിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ 5% ടാക്സ് നൽകിയാൽ മതിയാകും. അപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിലും ഒരു വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോർമലി 12-18% ടാക്സ് നൽകി വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങൾക്ക് 5% ടാക്സ് നൽകിയാൽ മതിയാകും. ഇൻഷുറൻസ് സെക്ടറിൽ നമ്മൾ ടാക്സ് ഒന്നും നൽകേണ്ടതില്ല. അതൊരു വളരെ മികച്ചൊരു നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ ഹെൽത്ത് കെയർ മേഖലയിലും ഹെൽത്ത് കെയർ സെക്ടറിലും നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ്, സാധാരണക്കാർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ആ ഒരു മേഖലയിൽ കുട്ടികൾക്ക് ഉപയോഗപ്രദമായി ടാക്സിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. മാപ്സ്, ചാർട്ട് ആൻഡ് ഗ്ലോബ്സ് എന്നിവയ്ക്ക് നമ്മൾ നോർമലി നൽകിക്കൊണ്ടിരുന്നത് 12% GST ആണ്. ഇനി ഒരു GSTയും, അതായത് GST ഇല്ല, ഒന്നും നൽകേണ്ടതില്ല. അതുപോലെ തന്നെ പെൻസിൽ, ഷാർപ്നർ, ക്രയോൺസ്,
പേസ്റ്റൽസ് എന്നിവയ്ക്ക് നമ്മൾ 12% GST ആണ് നൽകിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ GST ഒന്നും നൽകേണ്ടതില്ല. അതുപോലെ തന്നെ എക്സസൈസ് ബുക്ക്, അതുപോലെ തന്നെ നോട്ട് ബുക്സ് എന്നിവയ്ക്ക് 12% നമ്മൾ GST നൽകിക്കൊണ്ടിരുന്നത്. ഇനി ഒന്നും നൽകേണ്ടതില്ല. എറൈസറും അതുപോലെ തന്നെ 5% നമ്മൾ നോർമലി നൽകിക്കൊണ്ടിരുന്നത്. GST ഇനി ഒന്നും നൽകേണ്ടതില്ല. ഇത്തരത്തിൽ ഈ ഒരു നികുതി ഇളവ് നൽകിയതിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നല്ലൊരു മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. സാധാരണക്കാരുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും അവർക്ക് നൽകേണ്ട സാധനങ്ങൾക്ക് ഇത്തരത്തിൽ GST കാരണം വില കുറയുകയും അവർക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് വാങ്ങാൻ സാധിക്കുകയും ചെയ്യും. ഇത് ഒരു വളരെ നല്ലൊരു നേട്ടമാണ്. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷണൽ മേഖല നമ്മൾ നോക്കുകയാണെങ്കിൽ ടാക്സ് മുഴുവനായി എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അതായത് നമ്മളുടെ ഒരു പെൻസിൽ, ഷാർപ്പനർ, എറൈസർ, ബുക്സ്, മാപ്പ്, ഗ്ലോബ് എന്നിവയിലെല്ലാം ആ ഒരു GST സ്ലാബിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. GST ഒന്നും നൽകേണ്ടതില്ല. നമ്മളിപ്പോൾ GSTയിൽ സ്ലാബിൽ വന്ന മാറ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നിത്യജീവിതത്തിൽ ഇത്തരത്തിൽ സാധനങ്ങൾക്ക് വില കുറയുമ്പോൾ എന്തൊക്കെ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് നമ്മൾ പറഞ്ഞത്. അതിനൊക്കെ മുന്നോടിയായി നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ നമുക്ക് വേണ്ടി എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കാര്യം എന്താകും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒരു ടേം ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോളിസി ബസാർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പ്രതിമാസം വെറും 699 രൂപ പ്രീമിയം എമൗണ്ടായി നൽകി നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് ആരംഭിക്കാവുന്നതാണ്. 1 കോടി രൂപ കവറേജ് ഉണ്ട് എന്നതാണ് ഈ ഒരു ടേം ഇൻഷുറൻസിന്റെ ഒരു ബെനിഫിറ്റായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോളിസി ബസാർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പോളിസി ബസാറിലൂടെ നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കും. മാസം വെറും 400 രൂപ മുതൽ 500 രൂപ നിങ്ങൾ നൽകുകയാണെങ്കിൽ പോളിസി ബസാറിലൂടെ നിങ്ങൾക്ക് 1 കോടിക്കും കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നേടാൻ സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വിശ്വസിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് പോളിസി ബസാർ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വളരെ പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യമാണ്, വെറും 30 മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിം സെറ്റിൽമെന്റും ഇവർ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോളിസി ബസാറിലൂടെ എടുക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോളിസി ബസാറിന്റെ ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് നേടാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് GST സ്ലാബിൽ വന്ന മാറ്റങ്ങളാണ്. നമ്മൾ 3 മേഖലയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. ഇനി നമ്മളുടെ 4ാമത്തെ മേഖലയായ വളരെ ഇമ്പോർട്ടന്റ്, വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ നട്ടെല്ലെന്ന് പറയുന്ന മേഖലയാണ് കാർഷിക മേഖല. അപ്പോൾ കാർഷിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രാക്ടർ, ടയേഴ്സ് ആൻഡ് പാർട്സ് നോർമൽ നൽകിക്കൊണ്ടിരുന്ന GST 18%, പക്ഷെ ഇനി മുതൽ 5% നൽകിയാൽ മതിയാകും. ട്രാക്ടേഴ്സിന് നോർമലി നൽകിക്കൊണ്ടിരുന്നത് 12% GST ആണ്, പക്ഷെ ഇനി 5% നൽകിയാൽ മതിയാകും. സ്പെസിഫൈഡ് ബയോ പെസ്റ്റിസൈഡ്സ്, മൈക്രോ ന്യൂട്രിയൻസ് എന്നിവയ്ക്ക് നമ്മൾ നോർമൽ നൽകിക്കൊണ്ടിരുന്നത് 12% GST ആണ്, പക്ഷെ ഇനി മുതൽ 5% GST നൽകിയാൽ മതിയാകും. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആൻഡ് സ്പ്രിംഗ്ലേഴ്സ് എന്നിവ വാങ്ങുന്നതിന് 12% GST ആണ് നൽകിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇനി മുതൽ 5% നൽകിയാൽ മതിയാകും. അഗ്രികൾച്ചറൽ, ഹോർട്ടികൾച്ചറൽ or forestry machines for soil preparation, cultivation, harvesting and threshing എന്നിവയ്ക്ക് 12% GST ആണ് നൽകിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇനി മുതൽ 5% GST നൽകിയാൽ മതിയാകും. കാർഷിക മേഖലയിലും വളരെ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. നോർമലി ട്രാക്ടർ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് വാങ്ങുന്നതിന് 12%, 18% GST ആണ് നൽകിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇനി മുതൽ 5% ടാക്സ് നൽകിയാൽ മതിയാകും. ഇനി നമ്മൾ 5ാമതായി നോക്കാൻ പോകുന്ന മേഖലയാണ് ഓട്ടോമൊബൈൽ സെക്ടർ. പെട്രോൾ ആൻഡ് പെട്രോൾ ഹൈബ്രിഡ് LPG CNG കാർസ് 1200 cc 400 mm കാറുകൾക്ക് നോർമലി നമ്മൾ 28% GST ആണ് നൽകിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇനി മുതൽ 18% GST നൽകിയാൽ മതിയാകും. ഡീസൽ ആൻഡ് ഡീസൽ ഹൈബ്രിഡ് കാർസ് 1500 cc 4000 mm നോർമലി നൽകിക്കൊണ്ടിരുന്നത് 28%, പക്ഷെ ഇനി മുതൽ 18% ടാക്സ് നൽകിയാൽ മതിയാകും. 3 വീൽഡ് വെഹിക്കിൾസ് 3 ചക്ര വാഹനങ്ങൾക്ക് നോർമലി നമ്മൾ നൽകിക്കൊണ്ടിരുന്നത് 28% GST ആണ്, പക്ഷെ ഇനി മുതൽ 18% നൽകിയാൽ മതിയാകും. മോട്ടോർ സൈക്കിൾസിന് 28% GST ആണ് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്, ഇനി മുതൽ 18% നൽകിയാൽ മതിയാകും. മോട്ടോർ വെഹിക്കിൾസ് ഫോർ ട്രാൻസ്പോർട്ട് ഫോർ ഗുഡ്സ്, അതായത് ചരക്ക് വാഹനങ്ങൾക്ക് 28% ആണ് നൽകിക്കൊണ്ടിരുന്നത്, ഇനി മുതൽ 18% നൽകിയാൽ മതിയാകും.
നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാറ് ഇന്ത്യയിൽ ഇത്ര എക്സ്പെൻസീവ് ആകുന്നതിന്റെ കാരണം എന്താണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി നമ്മൾ പറഞ്ഞത് ടാക്സ് തന്നെയാണ്. ഇനി അവസാനമായി നമ്മൾ ആറാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ടാക്സിൽ വന്ന മാറ്റങ്ങൾ. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എയർ കണ്ടീഷണർ AC നോർമലി നമ്മൾ 28% ടാക്സ് നൽകിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ 18% നൽകിയാൽ മതിയാകും. ടെലിവിഷൻ എബോ 32 ഇഞ്ച് ഇൻക്ലൂഡിംഗ് LED ആൻഡ് LCD TVs 28% നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി 18% നൽകിയാൽ മതിയാകും. മോണിറ്റേഴ്സ് ആൻഡ് പ്രൊജക്ടേഴ്സ് 28% ടാക്സ് ആണ് നൽകിക്കൊണ്ടിരുന്നത്. ഇനി 18% നൽകിയാൽ മതിയാകും. ഡിഷ് വാഷിംഗ് മെഷീൻസ് 28% നികുതിയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇനി 18% നൽകിയാൽ മതിയാകും. അപ്പോൾ ഇലക്ട്രോണിക് മേഖലയിലും ടാക്സിന്റെ സ്ലാബ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങാൻ സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു നികുതി സ്ലാബിൽ വന്നിരിക്കുന്ന മാറ്റം മിഡിൽ ക്ലാസ് സാധാരണക്കാർക്ക് വലിയ നേട്ടമാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ ലക്ഷറി, അതായത് ഈ ഒരു ബീഡി, ആൽക്കഹോൾ എന്നിവയ്ക്കൊക്കെ ടാക്സ് സ്ലാബ് ഉയർത്തിയിട്ടുണ്ട്. നമ്മളുടെ കൊക്കക്കോളയും ഒരു സിൻ പ്രോഡക്റ്റ് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിനും ടാക്സ് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മിഡിൽ ക്ലാസ് ആളുകൾക്ക് നേട്ടം വരുന്ന ഒരു ടാക്സ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ മാസം 22-ാം തീയതി മുതലാണ് ഈ ഒരു ടാക്സ് സ്ലാബിലെ മാറ്റം നമുക്ക് അനുഭവിക്കാൻ, അതായത് നമുക്ക് ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടി തുടങ്ങുന്നത് ഈ മാസം 22-ാം തീയതി മുതലാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത്, എത്രയൊക്കെയാണ് ടാക്സിൽ വന്ന മാറ്റം, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയും, നമുക്ക് ആ ഒരു വീഡിയോയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാം. Boss Wallah. Be the boss.